ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ വലിയ വെല്ലുവിളിയാണ് ബി.ജെ.പി. നേരിടുന്നത്. ദേശീയ പൗരത്വ രജിസ്ട്രേഷൻ ബില്ല് നടപ്പിലാക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കം എങ്ങനെയാണ് ബാധിക്കുക എന്ന ആശങ്ക ബി.ജെ.പിക്കുണ്ട്. ബില്ലിൽ ബി.ജെ.പി. തുടരുന്ന കർക്കശ നിലപാടിൽ സഖ്യകക്ഷികളിൽ പലരും അസംതൃപ്തരാണ്. ഇതിനു പുറമെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രതിഷേധിച്ച് നേതാക്കൾ കൊഴിഞ്ഞു പോകുന്നതും ബി.ജെ.പിക്ക് തലവേദന സൃഷ്ടിക്കുന്നു. അതേസമയം മറുവശത്ത് മേഖലയിൽ വലിയൊരു തിരിച്ചുവരവിന് ഒരുങ്ങുകയാണ് കോൺഗ്രസ്. കൂടുതൽ പാർട്ടികൾ പിന്തുണ പ്രഖ്യാപിക്കുന്നതും ഇതര പാർട്ടികളിൽ നിന്ന് നേതാക്കൾ കടന്നു വരുന്നതും കോൺഗ്രസിന്റെ പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്നുണ്ട്. മേഖലയിൽ കോൺഗ്രസിനോട് അകലം പാലിച്ചിരുന്ന മൂന്നാം മുന്നണിയിലെ 4 രാഷ്ട്രീയ പാർട്ടികളാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മണിപ്പൂരിൽ കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിച്ചത്. 2 സീറ്റുകളിൽ മത്സരം നടക്കുന്ന മണിപ്പൂരിൽ ഈ സഖ്യം കോൺഗ്രസിന് ഗുണം ചെയ്തേക്കും. ചുരാചന്ദ്പൂർ ജില്ലയിലെ മുൻ സ്വയംഭരണ ജില്ലാ കൗൺസിലിലെ 8 അംഗങ്ങൾ കോൺഗ്രസിൽ ചേർന്നതിന് തൊട്ടു പിന്നാലെയാണ് തീരുമാനം. 8 രാഷ്ട്രീയ പാർട്ടികൾ ചേർന്നായിരുന്നു നേരത്തെ മണിപ്പൂരിൽ മതേതരത്വ ജനാധിപത്യ സഖ്യം രൂപീകരിച്ചത്. ആം ആദ്മി പാർട്ടി, രാഷ്ട്രീയ ജനഹിത് സംഘർഷ് പാർട്ടി, നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി, മണിപ്പൂർ പീപ്പിൾസ് കൗൺസിൽ, ജനതാദൾ എസ്, തൃണമൂൽ കോൺഗ്രസ്, ഡെമോക്രാറ്റിക് ഭാരതീയ സമാജ് പാർട്ടി, സമാജ്വാദി പാർട്ടി എന്നിവയാണ് മൂന്നാം മുന്നണിയിൽ സഖ്യകക്ഷികൾ. ഇതിൽ ജനതാദൾ എസ്, തൃണമൂൽ കോൺഗ്രസ്, ഡെമോക്രാറ്റിക് ഭാരതീയ സമാജ് പാർട്ടി, സമാജ്വാദി പാർട്ടി എന്നിവർ കഴിഞ്ഞ ദിവസം കോൺഗ്രസിന് പിന്തുണ അറിയിക്കുകയായിരുന്നു. മതേതരത്വ ജനാധിപത്യ സഖ്യത്തിലെ മറ്റ് കക്ഷികളും പാർട്ടി സ്ഥാനാർത്ഥികൾക്ക് പിന്തുണ നൽകുമെന്നാണ് പ്രതീക്ഷ നൽകുന്നതെന്ന് കോൺഗ്രസ് നേതൃത്വം പ്രതികരിച്ചു. ബി.ജെ.പി. സഖ്യത്തിന്റെ പരാജയത്തിനായി ഏവരും ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും കോൺഗ്രസ് വ്യക്തമാക്കുന്നു. മണിപ്പൂരിൽ ബി.ജെ.പി. ഇതര കക്ഷികളാണ് കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിച്ചതെങ്കിൽ ത്രിപുരയിൽ ബി.ജെ.പി. സഖ്യത്തിൽ നിന്നായിരുന്നു കോൺഗ്രസിലേക്ക് നേതാക്കളും അണികളും ഒഴുകിയെത്തിയത്. സംസ്ഥാനത്തെ ബി.ജെ.പി. സഖ്യകക്ഷിയായ IPFT-യിൽ നിന്ന് 400 പ്രവർത്തകരും നേതാക്കളുമാണ് കഴിഞ്ഞ ദിവസം കോൺഗ്രസിൽ ചേർന്നത്. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ കൂടുതൽ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന കോൺഗ്രസ് അപ്സബ് പുനഃപരിശോധിക്കുമെന്ന് കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. സായുധ സേനകൾക്ക് പ്രത്യേക അധികാരം നൽകുന്ന അപ്സബ് പുനഃപരിശോധിക്കുമെന്നാണ് കോൺഗ്രസ് വാഗ്ദാനം. അതേസമയം രാജ്യത്തെ ചില പ്രത്യേക മേഖലകളിൽ അപ്സബ് ആവശ്യമാണ് എന്നും 55 പേജുകളുള്ള കോൺഗ്രസ് പ്രകടന പത്രികയിൽ പറയുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.